പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ശിക്ഷിച്ചും സ്നേഹിച്ചുവാ അവരെന്നെ വളർത്തിയത്. എന്തിനും നേട്ടം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ വലിയ സ്നേഹം, അല്ലെങ്കിൽ സ്വഭാവം മാറും. തല്ലിനേക്കാൾ വലിയ ശിക്ഷ എൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന സ്വാർത്ഥതയാണ്. അമ്മ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കാവൂ. അമ്മ ചിരിക്കുന്നവരോടെ ഞാൻ ചിരിക്കാവൂ. അമ്മ വെറുക്കുന്നവരെല്ലാം എൻ്റെയും ശത്രുവായിരിക്കണം. ഇങ്ങനെയൊക്കെയാ എന്നെ അവർ വളർത്തിയത്. ഇതേ സ്വഭാവം തന്നെ ആയിരിക്കില്ലേ അമ്മ അച്ഛനോടും കാണിച്ചിട്ടുണ്ടാവുക? അമ്മയെ സഹിച്ചു മടുത്തോണ്ടായിരിക്കില്ലേ അച്ഛൻ ചിലപ്പോ നാട് വിട്ടുപോയത്? അതെനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ അച്ഛനും മക്കളോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയാ. അമ്മ ഞങ്ങളെ അച്ഛനുമായിട്ട് പോലും കൂടുതൽ അടുക്കാൻ അനുവദിച്ചില്ലെന്നുള്ളതാവും ചിലപ്പോൾ സത്യം. അത് തന്നെ ആയിരിക്കും ഇന്ദ്രേട്ടാ. ഇപ്പോഴും അമ്മയുടെ സ്വഭാവത്തോട് ചേർന്ന് പോകാൻ ആർക്കും കഴിയില്ലല്ലോ. ഇഷ്ടമില്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്ത്. അതാ അമ്മയുടെ ഒരു രീതി. സ്വമേധയാ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്ത് ചെയ്തും പുകച്ച് പുറത്ത് ചാടിക്കും. ഇന്നിപ്പോ എന്റെ കാര്യത്തിൽ അമ്മ കാണിക്കുന്നത് അത് തന്നെയാ ഇന്ദ്രേട്ട. അതുകൊണ്ട് ഇന്ദ്രേട്ടന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണോ ഇന്ദ്രേട്ട? എന്ത് പറയുന്നു? നമ്മളോട് അമ്മ ചെയ്ത ദ്രോഹങ്ങൾക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ശിക്ഷ അതുതന്നെയായിരിക്കും അച്ഛൻ്റെ തിരിച്ചുവരവ്. അതൊരു ഗിഫ്റ്റായിട്ട് അമ്മയ്ക്ക് നൽകിയിട്ട് വേണം നമുക്ക് ഈ വീട് വിട്ടു പോവാൻ. ആരാ ഇത്? എന്റെ ദൈവമേ, ഇതാരെ ഈ രാത്രിയിൽ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഇനി ഹർഷ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നതാണോ? ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, മിണ്ടുന്നില്ലല്ലോ. അല്ല, ഞരമ്പ് രോഗിയായിരിക്കും. മര്യാദയ്ക്ക് വെച്ചിട്ട് പോവാൻ നോക്ക്, അല്ല വിവരം അറിയും. സുശീലേ, ആരാ? എന്റെ പേരൊക്കെ അറിയാലോ. ഓ, ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ ആരാണെന്ന്? ഞാൻ പാതിരാത്രി വിളിച്ച് ഞാനെന്ന് പറയാതെ ആരാണെന്ന് തെളിച്ചു പറ. മനുഷ്യന് ഉറക്കം കളയാതെ വെച്ചു പോ. ഞാൻ നിന്റെ മക്കളുടെ അച്ഛനാ. എന്നെ വെറുത്താലും നീ ഇവനെ വെറുക്കണ്ട സുശീലെ. നിന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് ഇവനാ. അമ്മയും നിന്റെ കൂടെപ്പിറപ്പുകളെയും ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കൊച്ചു പയ്യനാണെങ്കിലും കാര്യപ്രാപ്തി ഉള്ളവനാ ഇന്ദ്രൻ. എന്റെ ശബ്ദം നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ സുശീലേ? ഞാൻ ശേഖരനാ. ശേഖരനോ? ഏത് ശേഖരൻ? ഞാൻ പറഞ്ഞല്ലോ, മരുഭൂമിയിലെ 18 വർഷത്തെ നരക ജീവിതം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരിക്കുക. നിന്റെ ഭർത്താവായ ശേഖരൻ. ആ ശേഖരൻ മരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. ആ പേരും പറഞ്ഞു ഒരുത്തരും ഇങ്ങോട്ട് വിളിച്ചേക്കരുത്.